ഒരു കുട്ടിയുടെ ജനനം കൊണ്ട് മാത്രം എത്ര ആളുകൾക്കാണ് ജോലി ഉണ്ടാകുന്നത്, എത്ര വലിയ ബിസിനസ്സുകളാണ് പുറത്ത് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രസവം നോക്കുന്ന ഡോക്ടർമാർ, ലേബർ റൂമുകൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റർമാർ, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മറ്റു ആളുകൾ, അങ്ങനെ ആ ഹോസ്പിറ്റലിൽ തരം അങ്ങനെ തന്നെ പോയി. ചോര ടെസ്റ്റാക്കുക, കുട്ടികളെ മരുന്ന് കൊടുക്കുക, ആ മരുന്ന് കമ്പനികൾ ചോര ടെസ്റ്റാക്കുന്ന അത് ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ പ്രത്യേക കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡോക്ടർമാർ. ഇപ്പം നമുക്കറിയാം, പ്രസവത്ത് കഴിഞ്ഞ് നമ്മൾ വിടണമെങ്കിൽ ഈ പ്രസവിച്ച ഡോക്ടർ നോക്കിയ ഡോക്ടർ മാത്രം പറഞ്ഞാൽ പോലെ, കുട്ടികളുടെ ഡോക്ടർ വരണം, അവർ നോക്കണം, അല്ലേ? കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എത്രയോ ഡോക്ടർമാരുണ്ട്, ഇത് നോക്കാനും ഇതാക്കാനും ശുശ്രൂഷിക്കാനും കുട്ടികളെ നോക്കാനും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുകയാണ് ഒരു കുട്ടിയെ കൊണ്ട്. അതേപോലെ പമ്പേഴ്സുകളുണ്ട് തന്നെ നമുക്കറിയാം, കുട്ടികളിലെ കൊണ്ട് പമ്പേഴ്സ് എത്ര പമ്പേഴ്സ് കമ്പനികൾ. അതുപോലെ ബേബി സെറ്റുകൾ അത് എത്രയോ നിരവധി കമ്പനികൾ, അതുമായി പ്രവർത്തിക്കുന്ന ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യാണ്. അതേപോലെ ആയമാർ പറഞ്ഞാൽ ഡോക്ടർ ഗവൺമെൻറ് തലത്തിൽ ആയമാരുണ്ട്, അവർ വരാൻ നോക്കാറും നോക്കുന്നുണ്ട്. നേഴ്സുമാർ നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ വരുന്നത്. അതേപോലെ അതല്ലാതെ മറിച്ച് മറ്റു ആയമാരുണ്ട്, നമ്മൾ കുട്ടികളെ നോക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒരു മാസത്തേക്ക് 28 ദിവസത്തേക്കാണ് അവർക്ക് തന്നെ 38,000 40,000 രൂപ അവർക്ക് ശമ്പളം, ഒരു മാസം കൊണ്ട് 28 ദിവസം കൊണ്ടുള്ള ശമ്പളം പറഞ്ഞു. അപ്പോൾ അത് നല്ലതാണ്. അവരെ കിട്ടാനില്ല, എന്നിട്ടും ഈ 38-40 കൊടുത്താൽ അവരെ കിട്ടാനില്ല. മാസങ്ങൾക്ക് മുന്നേ അവരെ ബുക്ക് ചെയ്യണം. അപ്പോൾ കുട്ടികൾ ധാരാളം ജനിക്കട്ടെ നമ്മുടെ നാടുകളിൽ. അതേപോലെ എത്ര വീഡിയോകൾ, കാർട്ടൂണുകൾ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എത്ര യൂട്യൂബ് ക്രിയേറ്റർമാർ കുട്ടികളുടെ കാര്യം മാത്രം ഓരോ 3 മാസം കൊണ്ട് ഇങ്ങനെ 6 മാസം കൊണ്ട് ഇങ്ങനെ ഒരു വർഷമാകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുമായി വിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ, ഒരുപാട് ശബ്ദം നൽകുന്ന ആളുകൾ, കാർട്ടൂണുകൾക്ക് ശബ്ദം നൽകുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ ശബ്ദം നൽകുന്ന ആളുകൾ. അതുപോലെ എത്ര ഗെയിമുകൾ, പിന്നെ പുസ്തകങ്ങൾ, ചെറിയ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ, ഇതൊക്കെ ആരാ വായിക്കുന്നത്? ബാലരമയും ബാലഭൂമിയൊക്കെ പണ്ട് വായിച്ചിരുന്നത്. ഇന്ന് അതുപോലെ കളിക്കൊടുക്കുക. അതുപോലെ കൊച്ചു TV, എത്ര ചാനലുകൾ, ഇതൊക്കെ കുട്ടികളെ ബേസ് ചെയ്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അത് ഒരു പുറത്ത് വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് നടക്കുന്നത് കുട്ടികളെ ബേസ് ചെയ്ത്. അതുകൊണ്ട് ധാരാളം കുട്ടികൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകട്ടെ. ആരും പ്രയാസപ്പെടേണ്ട. ഒരു കുട്ടി 2 കുട്ടി ഉണ്ടാകുമ്പോൾ അതിന് നോക്കണ്ടേ, ചിലവിന് കൊടുക്കണ്ടേ, പണി കേൾക്കണ്ടേ, പണി നോക്കണ്ടേ, പഠിപ്പിക്കണ്ടേ? ഇല്ല, അതൊക്കെയുള്ള ബർക്കത്ത് ദൈവമാണ് നൽകുന്നത്. തീർച്ചയായും അത് ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മൾ ഒരുപാട് കുട്ടികളുടെ വീടുകൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ചില ആളുകൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ രീതിയിൽ വിവാഹം ചെയ്യുന്നതുകൊണ്ടും വലിയ രീതിയിൽ ആർഭാടമായിട്ട് ഇല്ലാത്ത കടം വാങ്ങി ചെയ്യുന്നതുകൊണ്ടാണ്, മറിച്ച് ചെറിയ രീതിയിൽ വിവാഹം ചെയ്തേൽക്കുക. അപ്പോൾ അത്ര വലിയൊരു പ്രയാസം ഉണ്ടാകില്ല. പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് മഹർ അങ്ങോട്ട് നൽകുന്ന ഇസ്ലാമിക ശരിയെ നമ്മൾ പിന്തുടരുക. മഹർ അങ്ങോട്ട് നൽകുക. എന്നാലും ചിലപ്പോൾ ചില ആൾ പറയും, എന്നാലും കുറച്ചൊന്നും എന്തെങ്കിലും കൊടുക്കണേ, ചില നാട്ടു നടപ്പനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം. ശരിയാണ്. അപ്പോൾ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായ സന്തോഷ വാർത്ത കൂടി ഇതോടൊപ്പം അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.